എനിക്കൊത്തിരി പ്രയാസമുണ്ടാക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില ഗ്രൂപ്പുകൾ വന്നിട്ട് ചില വ്യക്തികൾ 10 ദിവസം 15 ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം എങ്ങനെയോ അത് ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെയും ഈശ്വരാനുഗ്രഹവും കൊണ്ടിട്ട് വളരെ വലിയൊരു പേര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തുടങ്ങാനും ഒരു ടൂറിസ്റ്റിന്റെ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തുടങ്ങാൻ പറ്റിയ സ്ഥലവും അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വിശ്രമവും സൈലന്റുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആൻസ് റെസിഡൻസി എന്ന് പുസ്തകങ്ങളിലൂടെ അവർ വായിച്ചറിഞ്ഞിട്ട് വന്നിവിടെ താമസിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും വളരെയധികം പ്രയാസപ്പെട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ചിലവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നീട്ടിയവരുണ്ട്, ചിലവർ പ്രയാസപ്പെട്ട് പോയിട്ട് വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നവരുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പോയിട്ട് മെയിലൂടെ സംസാരിക്കുന്നവരും വളരെ ചുരുക്കമാണെങ്കിലും വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്, മെയിലയക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ചൊരു മെയിലയച്ചപ്പോഴും പിന്നെ അവരോട് ഹായ് എന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പോലെ ഓഫീസുകളിലേക്ക് മെയിലയക്കാൻ പറ്റി അതിൽ ചാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമല്ല വിദേശ രാജ്യങ്ങളിൽ. അവരുടെ 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് അത് ജോലിയോട് തന്നെ ഏറ്റവും കൂടുതൽ താല്പര്യവും വാത്സല്യവും ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുക്കളുമായിരിക്കുന്ന സമയമാണ്. പിന്നെ ജോലി സ്ഥലവുമായിട്ട് വളരെയധികം ദൂരത്താണ് മിക്കവരും താമസിക്കുന്നത്. അപ്പം അതെല്ലാം കൊണ്ട് നമുക്ക് സമയം കിട്ടാറില്ല, അവർക്കും സമയം കിട്ടാറില്ല. സാർ ഇത്ര നാളും ബിസിനസ് നടത്തിയ സാറിന് അംബീഷൻ ഉണ്ടാവും സാറിൻ്റെ റിസോർട്ട് ടൂറിസം? എനിക്കിത് വളർത്തി വലുതായി ഇതിൽ ഒരുപാട് പേര് ജോലി ചെയ്ത് ഇതിൻ്റെ സ്ഥാപനം പല ദിക്കുകളിലേക്കും വ്യാപിപ്പിക്കണം. അത് എനിക്കിപ്പോൾ മാൻ പവർ കുറവാണ്. എൻ്റെ മക്കൾ തന്നെ എല്ലാവരും ഇതിൽ ആർക്കും ഇതിൽ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. മൂത്ത മകള് ജേർണലിസം കഴിഞ്ഞു, അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്, സ്വന്തം ജോലി ചെയ്യുന്നു. പിന്നെ മകൻ എനിക്കൊരാളേ ഉള്ളൂ, അയാൾ വൈദികനായിട്ട് പഠിക്കുന്നു. അപ്പോൾ ലെസ്ലി ഫെർണാണ്ടസ് ജൂനിയർ. അപ്പോൾ അയാളുടെ വിളി ആ ഭാഗത്തേക്കാണ്, അയാൾ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇളയ മകള് സർക്കാർ ഉദ്യോഗസ്ഥം IFS IAS അങ്ങനെ എടുത്ത് അതിലേക്ക് പോകണം, ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആ ഒരു മേഖലയിലേക്ക് പോകണമെന്നാണ്. എങ്കിലും ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റി താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അവരത് വളർന്ന് വലുതാവും. ഭാര്യയുണ്ട്, ഭാര്യ അതിനെപ്പറ്റി വളരെ ശ്രദ്ധാലുവാണ്, ഒത്തിരി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇന്റർനെറ്റും ഇമെയിൽ ബുക്കിംഗ് എല്ലാം പുള്ളിക്കാരത്തിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഭാര്യയുടെ പേരും പറഞ്ഞില്ല. ഭാര്യയുടെ പേര് ശോഭ എന്നാണ് ഞങ്ങളിവിടെ വിളിക്കുന്നത്. ആൻസ് റെസിഡൻസി തന്നെ ആനസെറ്റ് ഫെർണാണ്ടസിന്റെ ഒരു രത്നച്ചുരുക്കമാണ് ആൻസ് റെസിഡൻസി എന്ന് വെച്ചിരിക്കുന്നത്. ആനയെന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു പേരും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു പേരാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത്. ആ പേരിൽ ഇത് അറിയപ്പെടണമെന്നുള്ള ഇതുകൊണ്ടാണ് അപ്പോൾ അതങ്ങനെ രൂപാന്തരപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് സാറിന് പറയാൻ? എനിക്ക് ഈ ടൂറിസം മേഖല, റിസോർട്ട് മേഖലയിലുള്ള വ്യക്തികളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വളരെയധികം ശ്രദ്ധിച്ചും പരിശ്രമിച്ചും വളരെ പേഴ്സണലായിട്ട് ഓരോ വ്യക്തികളെയും കണ്ട് സംസാരിച്ച് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അനിഷ്ടങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത്. റിസോർട്ടിൻ്റെ ഉടമകളും റിസോർട്ടിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ വളരെയധികം ശുഷ്കാന്തിയോടും സ്നേഹത്തോടും കൂടി അഭിസംബോധന ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ ടൂറിസം റിസോർട്ട്. അങ്ങനെ അത് വളർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ അതിന് പേരുണ്ടാവുകയുള്ളൂ. അതിലേക്ക് കടന്ന് ഒത്തിരി വ്യക്തികൾ വന്ന് താമസിക്കാനും പിന്നെ കടന്നു വരാനും ഇടയുണ്ടാക്കുകയുള്ളൂ. അതല്ലാതെ ഒരു സാധാരണ ലോഡ്ജ് തുറന്നു വെച്ച് ഒരു മാനേജറിനെയും ഇരുത്തി ഒരു കമ്പ്യൂട്ടറും വെച്ച് നടത്താൻ പറ്റിയൊരു സ്ഥാപനമല്ല ടൂറിസം. ഈ വിദേശ സഞ്ചാരികൾക്ക് യോഗ്യമായ ഒരു സ്ഥലം ഒരുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിങ്ങനെ ഒരു ഫോർമാലിറ്റിയിൽ ഒരു വസ്ത്രം കൊടുത്ത ഒരാളോട് പോയി ഒരു കാപ്പിതാ ഒരു ചായത അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു മേഖല ഉണ്ടാക്കരുത്. നമ്മുടെ റിസോർട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത് ഒരു അതിഥി. നമ്മുടെ അതിഥി എന്നെ വന്നാൽ നമ്മൾ അതിഥി എന്തുമാത്രം താല്പര്യത്തോടെ സ്വീകരിക്കുമോ അത്രയും താല്പര്യത്തോടെ സ്വീകരിക്കുകയും അവരുടെ ആവശ്യങ്ങളെല്ലാം അതുപോലെ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മുടെ പരിമിതിക്കകത്ത് വരുന്ന നമ്മളുടെ പരിധിക്കകത്ത് നിയമത്തിന് അനുസൃതമായി വരുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഉള്ള താല്പര്യം റിസോർട്ട് ഉടമകൾക്ക് ഉണ്ടാകണം. ടൂറിസം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ രാജ്യത്ത് ഉറങ്ങിക്കിടക്കുന്ന പഴമയെ തുറന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ടൂറിസം എന്ന് പറയുന്നത്. അതിന്ന് പലർക്കും അറിയുന്നില്ല എന്നുള്ളൊരു സത്യം കൂടിയുണ്ട്. അതിനുവേണ്ടി ഒത്തിരി പ്രയത്നിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് ഞാൻ എൻ്റെ ഹോളിഡേ ടൈമിൽ പുറത്ത് പോയി ഒത്തിരി കാര്യങ്ങൾ അറിയാറുണ്ട്. ഇവിടെ കേരളത്തിൽ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ അറിയപ്പെടാത്ത ഒരു മേഖലയായിരുന്നു നേരത്തെ മുതുമലയിൽ മസനഗുഡി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ്. മസനഗുഡി അത് വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പം അതെല്ലാം ഞാൻ പേഴ്സണലായിട്ട് പോയി കണ്ടു, അതിന് നടന്നു, പഠിച്ചു, അതിനെപ്പറ്റി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മംഗലാപുരത്തൊരു നമ്മൾ ഗോവയ്ക്ക് പോകുന്ന വഴി ഒരു കടന്ന് അപ്പുറത്തേക്കൊരു ബീച്ചിലേക്ക് പോകാറുണ്ട്. നമ്മുടെ വൈപ്പിൻ ബീച്ച് പോലെ തന്നെയാണ്.
അതും ടൂറിസ്റ്റ് മേഖലകൾക്ക് ആർക്കും അറിയാൻ വേണ്ടി പാടില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ഗോവ പാക്കേജൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുറേ റെക്കമെൻഡേഷൻസ് ഗസ്റ്റിന് കൊടുക്കും. ഇന്നടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ സോഫ്റ്റാണ്, വലിയ ടൂറിസം, വലിയ ടൂറിസ്റ്റിക് അല്ല ആ മേഖല. അവിടെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ പച്ചയായ മനസ്സവിടെ നിങ്ങൾക്ക് എന്താണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആലപ്പുഴയുടെ വലിയ ഭംഗി അതാണ്. ആലപ്പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നടക്കുന്ന ഹൗസ് ബോട്ടിൽ 5-6 ഐലൻഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ ജോലി ചെയ്യുന്ന നമ്മളുടെ സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സ്, അവരുടെ എന്താണ് അവരുടെ ജീവിത രീതി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു വലിയ അനുഭവമാണ്. നമ്മളുടെ പച്ച മരങ്ങളും നമ്മളുടെ പിന്നെ വെണ്ടക്കാത്തോട്ടങ്ങളും വഴുതാത്തോട്ടങ്ങളും പിന്നെ വാഴയും കറ്റാരയും പിന്നെ വെജിറ്റബിൾസ് എല്ലാം കാണുമ്പോഴത്തേക്കും ഒരു വലിയ സന്തോഷം. അവരുടെ നാട്ടിൽ ഇതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. നമ്മളിവിടെ നമ്മുടെ ജീവിതത്തോട് ഒന്നിച്ച് തന്നെ ഇതെല്ലാം കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു വലിയ സത്യം നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് എന്താണ് നടക്കുന്നത്? വളരെയധികം തിരക്കുണ്ടായിട്ട് പോലും ടൂറിസം മേഖലയെപ്പറ്റി, ടൂറിസം എന്ന് പറയുന്നത് ചരിത്രമാണ്. ചരിത്ര മേഖലയെപ്പറ്റി വളരെയധികം അത് പഠിച്ചിട്ട് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. ജീവിതം അദ്ദേഹം ഇതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹവുമായിട്ട് കുറച്ച് നേരം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ എല്ലാവർക്കും അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇദ്ദേഹത്തെ സഹായിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. ഒരു മാനേജറെ വെക്കാതെ സ്വന്തം അതിഥിയെ സ്വന്തം കുടുംബക്കാരെ പോലെ സ്നേഹിക്കുന്ന ലെസ്ലി ഫെർണാണ്ടസിന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും ആൻസേഴ്സിൻ്റെ പേരിലും നന്ദി, നമസ്കാരം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന സ്ഥലമായ ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും. അവിടെ ഫോർട്ട് കൊച്ചിയിൽ ലെസ്ലി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിനുവേണ്ടി തന്നെ ഒഴിഞ്ഞു വെക്കുകയും എങ്ങനെയാണ് വിനയത്തോടെ പെരുമാറി, അതുപോലെ തന്നെ ചരിത്രം എന്താണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതേപോലെ കുറേയധികം സ്ഥലങ്ങളിവിടെയുണ്ട്. ഈ ഒരു സംരംഭമാണ് വിദേശ നാണ്യമടക്കം നമുക്ക് നൽകി നമ്മൾ പലവരെയും ജീവിതം തന്നെ നിലനിർത്തുന്നത്. ഇതേപോലെയുള്ള ടൂറിസ്റ്റ് മേഖലകൾ ഗവൺമെൻറ് ഒരു പരിധിവരെയും ശ്രദ്ധിച്ച് ഇതിനെ വീണ്ടും ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മളല്ല വളരുന്നത്, നമ്മുടെ കൂടെ നമ്മുടെ ഇന്ത്യയോടൊപ്പം വിദേശ നാണയവും വളർന്നുകൊണ്ടിരിക്കും. മറക്കാതിരിക്കുക, എല്ലാ ടൂറിസ്റ്റുകളെയും നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കണ്ട് അവരെ നോക്കുക. എന്നാൽ മാത്രം ആ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം വീണ്ടും ഉണരുകയുള്ളൂ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇതേപോലെയുള്ള ലെസ്ലി ഫെർണാണ്ടസുമായി നമ്മൾ അടുത്ത ദിവസം ഇതേ സമയത്ത് കാണാം. അതുവരെ ചെറിയൊരു ഇടവേള.